നമസ്കാരം. തിരക്കിട്ട നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ശല്യപ്പെടുത്തുന്ന ഒരു പ്രശ്നക്കാരനാണ് തലവേദന. ഈ നശിച്ച തലവേദന മാറാൻ എന്ത് ചെയ്യണം ഡോക്ടർ എന്ന ചോദ്യം നേരിടാത്ത OP ദിനങ്ങൾ ചുരുക്കം. തലവേദനയ്ക്ക് ഒട്ടനേകം കാരണങ്ങളുണ്ട്. എന്നാൽ അവയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് സൈനസൈറ്റിസ്. സൈനസൈറ്റിസ് കാരണമുണ്ടാകുന്ന തലവേദന എങ്ങനെയാണ്, അതിൻ്റെ രോഗലക്ഷണങ്ങൾ, ചികിത്സ, പ്രതിവിധി എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഒരു ലഘു വിവരണം തരാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഞാൻ ഡോക്ടർ നീതു, ENT സ്പെഷ്യലിസ്റ്റ്, മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ്, ചായലോട്, അടൂർ. സൈനസൈറ്റിസ് എന്താണെന്ന് വിവരിക്കുന്നതിന് മുന്നേ സൈനസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ തലയോട്ടിയിൽ മുഖത്തിന് രൂപം കൊടുക്കുന്ന അസ്ഥികൾക്കുള്ളിലുള്ള പൊള്ളയായ സ്പേസസ് അഥവാ വായു നിറഞ്ഞ അറകളെയാണ് നമ്മൾ സൈനസുകൾ എന്ന് പറയുന്നത്. പ്രധാനമായി നമുക്ക് 4 തരം സൈനസുകളാണുള്ളത്. കണ്ണിന് മുകളിലായി പുരികത്തിനോട് ചേർന്ന് നെറ്റിക്ക് പിറകിലായി കാണുന്ന സൈനസിനെ ഫ്രോണ്ടൽ സൈനസ് എന്നും, കണ്ണിന് താഴെയായി മൂക്കിന് ഇരുവശത്തായി കവിളിനോട് ചേർന്ന് കാണുന്ന സൈനസിനെ മാക്സിലറി സൈനസ് എന്നും, കണ്ണിനും മൂക്കിനും ഇടയിൽ കാണുന്ന സൈനസിനെ എത്മോയിഡ് സൈനസ് എന്നും, മൂക്കിന് പിറകിലായി തലച്ചോറിന് സമീപത്തായി കാണുന്ന സൈനസിനെ സ്ഫീനോയിഡ് സൈനസ് എന്നും പറയുന്നു. നോർമലി സൈനസുകൾക്ക് ഉള്ളിൽ ഒരു മ്യൂക്കോസൽ ലൈനിങ് പാളി അല്ലെങ്കിൽ ഒരു കവറിങ് ഉണ്ടാവും. അതിൽ നിന്ന് മ്യൂക്കസ് അഥവാ കഫം പ്രൊഡ്യൂസ് ചെയ്യും. ഇത് സാധാരണഗതിയിൽ സൈനസിൻ്റെ ഒരു ചെറിയ ഓപ്പണിംഗ് അല്ലെങ്കിൽ ദ്വാരം വഴി മൂക്കിലേക്ക് നിരന്തരമായി വന്നുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു കാരണവശാൽ ഈ ഓപ്പണിങ്ങിന് ഒരു തടസ്സം നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കഫം സൈനസിൽ തന്നെ കെട്ടിക്കിടക്കും. അതിനുശേഷം രോഗാണുക്കളായ ബാക്ടീരിയ, വൈറസ് എന്നിവ ആ കെട്ടിക്കിടക്കുന്ന കഫത്തിൽ അണുബാധയുണ്ടാക്കും. അണുബാധയുണ്ടായതിനു ശേഷം ഈ സൈനസിനകത്ത് പഴുപ്പടിയും. അതോടൊപ്പം തന്നെ മ്യൂക്കസ് ലൈനിങ് പാളിയിൽ നീർവീക്കം ഉണ്ടാകും. ഈ അവസ്ഥയാണ് നമ്മൾ സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സൈനസൈറ്റിസ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അന്തരീക്ഷ മലിനീകരണം, സീസണൽ അലർജി, മൂക്കിനകത്തുണ്ടാകുന്ന തടസ്സങ്ങൾ, വളഞ്ഞിരിക്കുന്ന പാലം അല്ലെങ്കിൽ ദശവളർച്ച എന്നിവ, കുറയുന്ന ഇമ്മ്യൂണിറ്റി സ്റ്റാറ്റസ് അല്ലെങ്കിൽ കുറയുന്ന രോഗപ്രതിരോധ ശേഷി എന്നിവയാണ് പ്രധാനപ്പെട്ട സൈനസൈറ്റിസിൻ്റെ കാരണങ്ങൾ. ഇനി എന്തൊക്കെയാണ് സൈനസൈറ്റിസിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് നോക്കാം. സൈനസൈറ്റിസ് എന്ന് പറയുന്ന രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് തലവേദന അല്ലെങ്കിൽ തലയ്ക്ക് അനുഭവപ്പെടുന്ന ഭാരം അല്ലെങ്കിൽ വിങ്ങൽ ആണ്. ഏത് സൈനസിനെയാണോ ബാധിക്കുന്നത്, ഇൻഫെക്ഷൻ ബാധിക്കുന്നത് എന്നനുസരിച്ച് തലയുടെ ഏത് ഭാഗത്താണ് വേദന വരുന്നതെന്നും വ്യത്യാസം ഉണ്ടാവും. എന്നിരുന്നാലും കുനിയുമ്പോൾ തലയ്ക്ക് അനുഭവപ്പെടുന്ന ഭാരം, നെറ്റി, കണ്ണ്, മൂക്ക്, കവിൾ എന്നതിന് ചുറ്റും ഉണ്ടാകുന്ന വേദനയും വീക്കവും, മൂക്കൊലിപ്പ്, മൂക്കടപ്പ്, പച്ചയോ മഞ്ഞയോ നിറത്തിൽ അല്ലെങ്കിൽ രക്തം കലർന്ന് അല്ലെങ്കിൽ ദുർഗന്ധത്തോടു കൂടി കട്ടിയായ കഫം മൂക്കിൽ നിന്ന് പുറത്തേക്ക് വരിക, പോസ്റ്റ്നേസൽ ഡ്രിപ്പ് അഥവാ തൊണ്ടയ്ക്ക് പിറകിലൂടെ കഫം ഒഴുകുന്ന അവസ്ഥ, തൊണ്ടവേദന, ചുമ, കടുത്ത പനി, വിറയലോടുകൂടിയ ശക്തമായ പനി, വായനാറ്റം, മോണവേദന അല്ലെങ്കിൽ പല്ലുവേദന, മണം, രുചി എന്നിവ കുറയുക. ഇവയൊക്കെയാണ് സൈനസൈറ്റിസിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. സൈനസൈറ്റിസ് പ്രധാനമായും 2 തരത്തിലാണുള്ളത്: അക്യൂട്ട് സൈനസൈറ്റിസും ക്രോണിക് സൈനസൈറ്റിസും. അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയുന്നത് താൽക്കാലികമായ ഒരു രോഗാവസ്ഥയാണ്. ഒരു വ്യക്തിക്ക് ശക്തമായൊരു ജലദോഷം വരികയോ അല്ലെങ്കിൽ സീസണൽ അലർജി വരികയോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സൈനസൈറ്റിസ് ഉണ്ടാകാം. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ ഒരാഴ്ച മുതൽ 4 ആഴ്ച വരെ നീണ്ടു നിൽക്കാം. ഇതിന് നമുക്ക് ആൻറ്റിബയോട്ടിക് മരുന്നുകളും നേസൽ ഡ്രോപ്സും സ്റ്റീം ഇൻഹലേഷനും ഒക്കെ കൊടുത്ത് ഇത് പരിഹരിക്കാനാകും. അഥവാ ഇനി ഈ ലക്ഷണങ്ങൾ 12 ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയോ വർഷത്തിൽ 3 തവണയോ അതിൽ കൂടുതലോ വരികയാണെങ്കിൽ ഇതിനെ നമ്മൾ ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറയും. ക്രോണിക് സൈനസൈറ്റിസിൻ്റെ ചികിത്സയ്ക്ക് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇതിന് കുറച്ച് പരിശോധനകൾ ആവശ്യമായിട്ടുണ്ട്. ക്രോണിക് സൈനസൈറ്റിസിൻ്റെ പ്രഥമ പരിശോധന എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പിയാണ്. പേര് കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡയഗ്നോസ്റ്റിക് നേസൽ എൻഡോസ്കോപ്പി എന്ന് പറയുന്നത് OPയിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന ലളിതമായ ഒരു പരിശോധനയാണ്. ഇതിൽ നമ്മൾ മൂക്കിൽ മരുന്നിറ്റിച്ചതിന് ശേഷം ക്യാമറ അഥവാ എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് മൂക്കിനകത്തൂടെ സൈനസിൻ്റെ ഓപ്പണിങ്ങുകൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് നേരിട്ട് നോക്കി മനസ്സിലാക്കുന്ന ഒരു ചെറിയ പരിശോധനയാണിത്. ക്രോണിക് സൈനസൈറ്റിസിന് നമ്മൾ ആൻറ്റിബയോട്ടിക് മരുന്നുകളേക്കാൾ കൂടുതൽ കൊടുത്തു വരുന്നത് സ്റ്റിറോയിഡ് നേസൽ സ്പ്രേകളാണ്.
സ്റ്റിറോയിഡ് നേസൽ സ്പ്രേ എന്ന് പറയുമ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടാകും, സ്റ്റിറോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ലതല്ലാത്തൊരു മരുന്നല്ലേ എന്ന്. പക്ഷേ ഇത് നമ്മൾ മൂക്കിനകത്ത് നേരിട്ട് സ്പ്രേ ചെയ്യുന്ന മരുന്നാണ്. അതുകൊണ്ട് തന്നെ രക്തത്തിൽ സ്റ്റിറോയിഡിൻ്റെ അളവ് കൂടും എന്നുള്ള പേടി വേണ്ട. എന്നാൽ മരുന്ന് എല്ലാവർക്കും പൂർണ്ണ ഫലം നൽകണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ അടുത്ത ഘട്ട പരിശോധനയിലേക്ക് കടക്കും. അടുത്ത ഘട്ട പരിശോധന എന്ന് പറയുന്നത് CT സ്കാൻ എടുക്കുക എന്നതാണ്. CT സ്കാൻ എടുക്കുന്നത് വഴി നമുക്ക് സൈനസിൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കുറച്ചുകൂടെ വ്യക്തമായിട്ട് തിരിച്ചറിയാനാകും. സൈനസിനുള്ളിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഘട്ട ചികിത്സയായ സർജറി അഥവാ ശസ്ത്രക്രിയയിലേക്ക് കടക്കും. FES അഥവാ ഫങ്ഷണൽ എൻഡോസ്കോപ്പിക് സൈനസ് സർജറി എന്ന സർജറിയാണ് നമ്മൾ ഇതിനു വേണ്ടി സ്വീകരിക്കുന്നത്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേര് കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജനറൽ അനസ്തേഷ്യ കൊടുത്ത് മയക്കിയതിന് ശേഷം എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് മൂക്കിനുള്ളിലൂടെ പോയി സൈനസുകളുടെ ഓപ്പണിംഗ് നേരിട്ട് കാണുകയും അതിൽ തടസ്സങ്ങളായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റുകയും അതിനുശേഷം ആ ദ്വാരം, സൈനസിൻ്റെ ദ്വാരം വലുതാക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ സർജറിയാണ് FES. ഇത് നേരത്തെ പറഞ്ഞ പോലെ ജനറൽ അനസ്തേഷ്യ കൊടുത്ത് മയക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് വേദന ഉണ്ടാകില്ല. എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ മുഖത്തോ മൂക്കിന് പുറത്തോ മുറിവുകളോ പാടുകളോ ഒന്നും ഉണ്ടാകില്ല. വേറെ കുഴപ്പമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അന്ന് തന്നെയോ അടുത്ത ദിവസമോ തന്നെ ഡിസ്ചാർജ് ആകാവുന്നതുമാണ്. ക്രോണിക് സൈനസൈറ്റിസ് ഉള്ള ഒരു ചെറിയ ശതമാനം ആളുകൾക്ക് മാത്രമേ ശസ്ത്രക്രിയയുടെ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു ചെറിയ തലവേദന വന്നാൽ ഉടനെ ഹോസ്പിറ്റലിലേക്ക് വരണം എന്നാണോ ഡോക്ടർ പറഞ്ഞത്? അങ്ങനെയല്ല. നിങ്ങൾക്കുണ്ടാകുന്ന തലവേദന 10 ദിവസമോ അതിൽ കൂടുതലോ നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ, തലവേദനയോടൊപ്പം കടുത്ത പനി 3-4 ദിവസം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ, തലവേദനയോടൊപ്പം കാഴ്ചയ്ക്ക് മങ്ങലോ കണ്ണിന് ചുറ്റും വീക്കമോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, മെച്ചപ്പെട്ടു തുടങ്ങിയ ലക്ഷണങ്ങൾ പിന്നീട് വഷളാകുന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം സ്വീകരിക്കേണ്ടതാണ്. എത്ര നേരത്തെ നിങ്ങൾ ചികിത്സയ്ക്കായി എത്തുന്നുവോ അത്രയും നേരത്തെ നിങ്ങൾക്ക് രോഗശമനവും ഉണ്ടാകും. നന്ദി, നമസ്കാരം.